ഹലോ ഗായ്സ്, ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഷൈത്തയും അനിമോളും തമ്മിലൊരു വലിയ വഴക്ക് നടന്നിട്ടിരിക്കുകയാണ്. മറ്റൊന്നിനുമല്ല, എന്തിനാണ് നീ എന്നെ കട്ടപ്പ എന്ന് വിളിച്ചത് എന്നാണ് ഷൈത്യ അനിമോളോട് ചോദിക്കുന്നത്. ഇവിടെ വെച്ചാണ് നീ അങ്ങനെ പറഞ്ഞത്, നീ പറഞ്ഞതിൻ്റെ കാര്യം എനിക്കറിയണം. അത് നീ അവിടെ അക്ബറിനോടും അപ്പാനിയോടും ചെന്നിരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അവർ അങ്ങനെ സംസാരിക്കുമ്പോൾ നീ അങ്ങ് വെറുതെ അങ്ങ് ഉണ്ടാക്കുവോ, നീ വെറുതെ അങ്ങ് ഊഹിച്ചു വെക്കുവോ? ഊഹിച്ചു വെച്ചതല്ല. അതിനുശേഷം പിന്നീട് എന്താ പറയുക, വൈൽഡ് കാർഡ്സ് വന്നപ്പോൾ അവരൊരു കാര്യം പറഞ്ഞു. സോറി, അവരെന്താണ് പറഞ്ഞത് എന്നും ചോദിച്ചിട്ട് ഷൈത്യ ചോദിക്കുകയാണ്, അവരെന്താണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞ് അത് പറയാൻ എനിക്ക് പറ്റില്ല, അത് ഒരു ചെറിയ കാര്യമാണ്, ആ ചെറിയ കാര്യം എന്താണെന്ന് എനിക്കറിയണം. അപ്പം അത് പറയാൻ എനിക്ക് പറ്റത്തില്ല, എനിക്ക് താല്പര്യമില്ല നിന്നോട് സംസാരിക്കാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനിമോൾ അങ്ങ് എഴുന്നേറ്റ് പോവുകയാണ്. ആദ്യം അനിമോളുമായിട്ടിരുന്ന് ഇങ്ങനെ സംസാരിച്ച് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ക്ലാരിഫൈ ചെയ്യും, കാരണം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ കാരണം എനിക്ക് പുറത്തിറങ്ങി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എൻ്റെ പേര് നിൻ്റെ PR ആൾക്കാരെല്ലാവരും കൂടി എൻ്റെ പേര് കട്ടപ്പ വേഷം ശൈത്യ, കട്ടപ്പ ശൈത്യ എന്ന് വിളിച്ചിട്ട് എൻ്റെ ജീവിതം, ഞാൻ ഒരു ദിവസം കരയാത്ത ദിവസങ്ങളില്ല, എനിക്ക് ഉറങ്ങാൻ തന്നെ പറ്റുന്നില്ല. എൻ്റെ മാതാപിതാക്കൾ എത്രമാത്രം വേദനിച്ചു എന്നറിയാമോ? എൻ്റെ മാതാപിതാക്കൾ ഇരുന്ന് കരയുമായിരുന്നു. ഞാൻ എന്താണ് നിന്നെ പുറകിൽ നിന്ന് കുത്തിയത്, നീ എന്ത് കാര്യമാണ് ഞാൻ പറഞ്ഞത്, നീ എന്തിനാണ് എന്നെ കട്ടപ്പ എന്ന് വിളിച്ചത്, അത് കാരണം നിൻ്റെ PR എല്ലാവരും കൂടി എന്നെ കട്ടപ്പയാക്കി, എന്നെ പുറത്ത് ഇത്രമാത്രം നെഗറ്റീവാക്കി, എന്നെ മോശക്കാരിയാക്കി, എൻ്റെ ജീവിതം എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്, അതുകൊണ്ട് നീ പറയും എന്താ കാര്യമെന്ന്. ഇപ്പം തന്നെ ഇവിടെ വെച്ച് തന്നെ ക്ലാരിഫൈ ചെയ്താൽ ഇതിവിടെ കഴിഞ്ഞല്ലോ, ഇവിടെ നിന്ന് കിട്ടിയ കാര്യങ്ങൾ ഇവിടെ തന്നെ കഴിയണം. ഞാൻ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ നിന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് എനിക്ക് നാളെ ഇവിടെ നിന്ന് പോകണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കയറി വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഷൈത്യ സംസാരിക്കുന്നുണ്ട്. അനിമോൾ പറയുന്നുണ്ട്, എനിക്ക് പറയാൻ താല്പര്യമില്ല, ഇവിടെ നിന്ന് പറയാൻ താല്പര്യമില്ല, എനിക്ക് പുറത്തിറങ്ങിയിട്ട് പറയാമെന്ന്. അപ്പോൾ ഉടനെ പറഞ്ഞു, നീ അഭിനയക്കാരിയാണ്, നീ നാടകക്കാരിയാണ്, നീ നാടകമാണ് കളിക്കുന്നത്. നീ കുറേ നാൾ തങ്കച്ചൻ എന്ന് പറയുന്ന ഒരാൾ, പേര് തന്നെ പറഞ്ഞിട്ട് സംസാരിക്കുന്നു, തങ്കച്ചൻ എന്ന് പറഞ്ഞ ഒരാളിനെ വെച്ചിട്ട് നീ കുറേ നാടകം കളിച്ച് നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച്. ഇപ്പോൾ പാവപ്പെട്ട ഒരു അനീഷേട്ടനെ, അയാൾ എത്ര ഹൈ ലെവലിൽ നിന്ന മനുഷ്യനാണ്, അയാളെ ചീപ്പ് ഡ്രാമ ചെയ്തിട്ട് അയാളെ ഒരു പച്ച തെറിയാണ്, ഒരു നല്ല തെറിയാണ് വിളിച്ചത്. ആ തെറി ഭയങ്കരമായിട്ട് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാക്കി തീർത്ത് ആ മനുഷ്യനെയും, എത്ര നല്ല ഹൈ ലെവലിൽ നിന്നൊരു മനുഷ്യനായിരുന്നു, അയാളെയും അങ്ങനെ ആക്കി തീർത്തു എന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ശൈത്യ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് അനിമോളുമായിട്ട്. അനിമോൾക്ക് മറുപടി ഇല്ലാതായി എന്നുള്ളതാണ്. അനിമോൾക്ക് ഒരു മറുപടിയും തിരിച്ചു പറയാൻ കഴിയാത്ത അവസ്ഥയായി. കാരണം അനിമോളുടെ ഫേക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം എക്സ്പോസ് ചെയ്യുവാണ്. അതുപോലെ തന്നെ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ടല്ലോ, കുശുംബികൾ കയറി വന്നു എന്ന്. കാരണം പുറത്ത് ഇരിക്കുന്ന നമുക്ക് തന്നെ അറിയാം, 90 ദിവസമായപ്പോഴാണ് ഞാൻ പോലും മനസ്സിലാക്കിയത് ഇത്ര വലിയ ഡ്രാമയെന്ന്. കാരണം ഇപ്പോൾ ഒരു ഇതിൽ നടന്നു, ശാരിക ചോദിക്കുന്നുണ്ട്, നിനക്ക് പാചകം അറിയത്തില്ലേ അനിമോളെ? ഞാൻ ഇവിടെ വന്നിട്ടാണ് പഠിച്ചതെന്ന്. ഞാൻ പാചകം ചെയ്യുന്ന ഒരാളാണ്. ഒരിക്കലും ഒരു പെണ്ണിനും ഒട്ടും അറിയാതെ ഒരിക്കലും ഒരു പാചകം ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് പാചകം അറിയാത്ത ഒരാളായിരുന്നു. ഞാൻ പാചകം ആവശ്യത്തിന് വേണ്ടി പഠിച്ചതാണ്. അപ്പോൾ എനിക്ക് പാചകം അറിയാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതൊന്നും ലോകത്തിൽ ആർക്കും വായിൽ വെക്കാൻ പോലും കൊള്ളത്തില്ലായിരുന്നു. പിന്നീട് അതിനുശേഷം ഞാനിപ്പോൾ 100 പേർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളാണ്. ഫുഡ് ഉണ്ടാക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ, എന്നാലും നമ്മുടെ കൈ ടെൻഷനാണ് നമുക്ക് ഇത്രയും പേർക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ. പക്ഷേ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അത് പഠിക്കുക തന്നെയാണ്. ഞാൻ ഓരോരുത്തരുടെ ബുക്കുകളൊക്കെ വാങ്ങിച്ച്, പാചക ബുക്കുകൾ വാങ്ങിച്ച് പരീക്ഷിച്ചാണ് ഞാൻ എല്ലാ ഫുഡും ഉണ്ടാക്കാൻ പഠിച്ചത്. അപ്പം നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കാൻ കാരണം എൻ്റെ വീട്ടിൽ എനിക്ക് ഫുഡ് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യകത വന്നിട്ടില്ല. അപ്പം നമ്മൾ നമ്മുടെ ഒരു ജീവിതവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കേണ്ടത് ആവശ്യകത വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചു. അപ്പോൾ അത് നമ്മൾ പഠിച്ചതുകൊണ്ടല്ലാണ്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളല്ല, നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചെടുത്തു. പഠിക്കാതെ ഒരാൾക്കും ഒരിടത്തും വന്ന് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. അതും 10-26 പേർക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് അനിമോൾ വളരെ നിഷ്പ്രയാസമാണ് പൊടികളൊക്കെ തട്ടിയിടുന്നത്. ഒരു സാധനത്തിന് ഇത്തിരി പൊടി മാറിപ്പോയാൽ മതി, തീർന്നല്ലേ. അത് ശാരിക പറയുന്നുണ്ട്, ഈ പാചകം അറിയാമെന്ന് പറയുന്നത് നാണക്കേടല്ല, അത് അഭിമാനമല്ലേ, എനിക്ക് കുറച്ചൊക്കെ കുക്കിംഗ് അറിയാം. ഇത് നീ ഇവിടെ വന്നിട്ടാണ് പഠിച്ചതെന്ന് പറഞ്ഞാൽ ഫേക്ക് ഡ്രാമ എന്തിനാണ് ഇവിടെ കളിക്കുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ അഭിനയിച്ച് നിൽക്കുന്നതെന്ന് ഇത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം. അങ്ങനെ ശൈത്യ പറയുന്നു, ശൈത്യ ഭയങ്കര ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. എൻ്റെ ജീവിതമാണ് തകർക്കുന്നത്, എൻ്റെ ജീവിതമാണ്, നീ ഇത് പറയാതെ പോകുമ്പോൾ വീണ്ടും നിൻ്റെ PR എന്നെ വീണ്ടും നെഗറ്റീവാക്കും പുറത്ത്, നിന്നെ അവരെല്ലാം
എല്ലാം വെള്ള പൂശിക്കൊണ്ടിരിക്കുകയാണ്, നീ എന്ത് ചെയ്താലും നിന്നെ അവർ വെള്ള പൂശിക്കൊണ്ടിരിക്കുകയാണ്. സത്യമാണ് ശൈത്യ ചെന്ന് പറയുന്നത്. നമ്മൾ ശൈത്യനെ കട്ടപ്പ ശൈത്യം എന്ന് പറയും, ഞാൻ തന്നെ വിഷം ശൈത്യം എന്ന് പറയും, ഞാൻ വീഡിയോ ഇട്ട ഒരാളാണ്. പക്ഷേ നമ്മൾ ഇത്ര കാലമായിട്ട് കണ്ടിട്ട് ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് ഈ അനുമോൾ എല്ലാം ഡ്രാമയാണല്ലോ, ജീവിതം മറ്റുള്ളവരുടെ ഇമോഷൻസ് വെച്ച് ഡ്രാമ കളിക്കുന്ന വ്യക്തിയാണല്ലോ. പുള്ളിക്കാരി പറയുന്നത് മാത്രമേ ഉള്ളൂ വേദവാക്യം, അവരാണ് ശരി, മറ്റുള്ളവരുടെ ഇതിനും ഒരു വിലയും കൊടുക്കുന്നില്ല. കാരണം ഇത്രയും പറഞ്ഞ് നീ ഒന്ന് പറയൂ പ്ലീസ്, ആദ്യം നല്ല ഇതായിട്ടാണ് പറഞ്ഞത്, നീ ഒന്ന് പറയൂ പ്ലീസ് ആ ഒരു കാര്യം അവരെന്താണ് പറഞ്ഞത്, അത് എന്തുകൊണ്ടാണ് ഞാൻ എന്താണ് നിന്നെക്കുറിച്ചുള്ള കുറ്റം പറഞ്ഞത്, അവരത് പറഞ്ഞതുകൊണ്ടാണല്ലോ നീ എന്നെ കട്ടപ്പാന്ന് വിളിച്ചത്, അപ്പോൾ എന്താണ്? അപ്പം മറുപടിയില്ല, അനുമോൾക്ക് അവിടെ മറുപടിയില്ല. കാരണം അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അവർ പറഞ്ഞ് അവർ ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവാം നിന്നെ കുറ്റം പറയുന്നുണ്ടെന്ന്. കാരണം പിന്നെ അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് അനുമോളെ മാറ്റി അനുമോളിൽ നിന്ന് ശൈത്യ അക്ബറിലേക്കും അപ്പാനി അവരുടെ ഗ്രൂപ്പിലേക്കും ചേർന്നെന്നുള്ള കാര്യം ശൈത്യ പറയുന്നുണ്ട്. അവരോട് മിണ്ടരുതെന്ന് പറഞ്ഞപ്പോൾ ഈ സരിക, അപ്പോൾ സരിക അവിടെ ഇരിപ്പുണ്ട്, സരിക വന്ന് പറഞ്ഞു നീ അങ്ങനെ ആരോടും മിണ്ടാതിരിക്കരുത്, നീ അവളുടെ നിഴലായിപ്പോവും, നിന്നെ അങ്ങനെയല്ലേ എല്ലാവരും പറയുന്നത്, നീ പ്രതിമയായിപ്പോവും, അതുകൊണ്ട് നീ എല്ലാവരോടും മിണ്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരെ കൂടെ മിണ്ടിയപ്പോൾ നീ എന്നോട് മിണ്ടാതായി. അപ്പോൾ അവർ പറയുന്നത് കേട്ട് ഞാൻ ചിരിച്ചു. അപ്പോൾ നീ പറഞ്ഞു നീ എന്തിനാണ് അവർ പറയുന്നത് കേട്ടോണ്ട് ചിരിച്ചത് എന്നുള്ളതാണ് നിൻ്റെ ചോദ്യം. അങ്ങനെയാണ് ഞാൻ നീയുമായിട്ട് അകുന്നത്. അപ്പോൾ നീ വിചാരിച്ച് ഞാൻ അവരുടെ കുറ്റം പറഞ്ഞു എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാം ക്ലാരിഫൈ ചെയ്യുന്നുണ്ട് ശൈത്യ കേട്ടോ. എന്നിട്ട് ഈ പ്രേക്ഷകരുടെ ഇടയിലേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് നീ എന്നെ നെഗറ്റീവാക്കി. നിൻ്റെ PR ഒരുപാട് പ്രാവശ്യം ഈ PR-ൻ്റെ കാര്യം പറയുന്നുണ്ട്. നിൻ്റെ PR എന്നെ കട്ടപ്പയെന്നും വിഷമെന്നും പറഞ്ഞിട്ട് ഫുള്ള് വീഡിയോസ് ഇട്ട് സ്പ്രെഡ് ചെയ്തു. എനിക്ക് ഞാൻ എന്തുമാത്രം കരഞ്ഞാണെന്നറിയാം ഓരോ ദിവസവും ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പോലും അനുമോൾക്ക് യാതൊരു തരത്തിലുള്ള കുലുക്കവുമില്ല. അപ്പോൾ അനുമോൾ പറയുന്നത് നാട്ടുകാരെ ചിലവിലാണോ നീ ജീവിക്കുന്നതെന്ന്. അപ്പോൾ ഈ നാട്ടുകാരെ ജനങ്ങളെയൊക്കെ എത്ര എന്താ പറയുക, സത്യം പറഞ്ഞാൽ ജനങ്ങളെയൊന്നും ഒരു വിലയുമില്ല. നീ നാട്ടുകാരെ ചിലവിലല്ലല്ലോ ജീവിക്കുന്നത്, നീ ജോലി ചെയ്തല്ലേ ജീവിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്, അത്ര ഈഗോ അത്ര അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അനുമോളെ. കാരണം അനുമോൾ പാവമാണെന്ന് പറയുന്നത്, പക്ഷേ അനുമോൾ ഒരിക്കലും പാവമല്ല. അനുമോൾ അഹങ്കാരം ഈഗോ തലയ്ക്ക് പിടിച്ച ഒരു വ്യക്തിയാണ്. അനുമോൾ ശൈത്യോട് ചോദിക്കുന്നതാണ് നിന്നെ അവരെ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നീ നാട്ടുകാരെ ചിലവിലാണോ ജീവിക്കുന്നതെന്ന്. അപ്പോൾ നാട്ടുകാരുടെ ചിലവിലല്ല ജീവിക്കുന്ന, റിയാലിറ്റി ഷോയാണ്, നാട്ടുകാരുടെ വോട്ട് കൊണ്ടാണ് ഇവർ ജയിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഈ നാട്ടുകാർ വോട്ട് ചെയ്തത് കൊണ്ടാണ് ഇതുവരെ നിൽക്കുന്ന ഓരോ ദിവസത്തെ പേയ്മെൻറ്റ് കിട്ടുന്നത്. നാട്ടുകാരായി നമ്മൾ ഞാൻ എത്ര വോട്ട് ചെയ്തിട്ടുണ്ട് സത്യം പറയാമല്ലോ. അപ്പോൾ ഈ വോട്ട് കൊണ്ടാണ് അനുമോളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോലെ ഓരോരുത്തർ വോട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ നാട്ടുകാരെ ചിലവിലാണോ ജീവിക്കുന്നത് ചോദിക്കുന്ന അർത്ഥമുണ്ടോ? അതുപോലെ ഒരു കോമഡി സ്റ്റാർ സീരിയൽ കണ്ട് നമ്മൾ ഈ TV വെച്ച് ഇത് കാണുന്നത് കൊണ്ടല്ലേ അവരെല്ലാം ഈ മുന്നോട്ട് ജീവിച്ചു വന്നത്. അപ്പോൾ നാട്ടുകാരെ ചിലവിലാണ് ജീവിക്കുന്നത്. അപ്പം മാന്യമായിട്ട് ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ മാന്യമായിട്ട് മുന്നോട്ട് പോകണം. മറ്റുള്ളവരെ കൊണ്ട് പറയിച്ചു കഴിഞ്ഞാൽ അവർക്ക് മോശമാണ്, സമൂഹത്തിൽ മോശമാക്കി വരും. അപ്പോൾ ശൈത്യ അത് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് പൊട്ടി കരയുന്നുണ്ട്. നീ കാരണം എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി. ഞാൻ എത്ര ദിവസം കഴിഞ്ഞാണെന്നറിയാം പുറത്തിറങ്ങിയത്. എനിക്ക് ആൾക്കാരുടെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ എന്തുമാത്രം കരഞ്ഞെന്നറിയാമോ? ഓരോന്നും കണ്ടിട്ട് എന്നെ ഇങ്ങനെ വിളിക്കുന്ന കണ്ടിട്ട് ഞാൻ എന്തുമാത്രം കരഞ്ഞെന്നറിയാമോ? ഓരോ കമൻറ്റ് ഓരോ ആൾക്കാരും എന്നെ ഓരോ വീഡിയോ ഇട്ടാൽ അതിൻ്റെ കമൻറ്റിൽ താഴെ വരുന്ന ആ വീഡിയോ കണ്ടിട്ട് ഞാൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമോ എന്നൊക്കെ ചോദിച്ചാൽ വളരെ ഇമോഷണലായിട്ടാണ്, ഭയങ്കരമായിട്ട് കരയുകയാണ്. ആദിലയും അതുപോലെ തന്നെ ബിൻസി ഇപ്പുറത്തിരിപ്പുണ്ട്, സരികയുണ്ട്, നോക്കുവാണ് അവർ. കാരണം അനുമോൾക്ക് യാതൊരു തരത്തിലുള്ള കൂസലുമില്ല. നീ അനുഭവിക്കാനുള്ള നീ അനുഭവിക്കും, ഞാനെന്താ വേണം? നീ നാട്ടുകാരെ ചിലവിലല്ലോ ജീവിക്കുന്ന, നീ അത് ശ്രദ്ധിക്കാൻ പോകുന്നത് എന്തിനാണ്? വല്ലതും പറയുന്നത് എന്തിനു ശ്രദ്ധിക്കാൻ പോകണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇന്നതാണ് കാര്യം, അവരിങ്ങനെ പറഞ്ഞായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതടി, നീ ക്ഷമിക്കണം എന്നൊരു വാക്ക് പറഞ്ഞ് അവിടെ കഴിഞ്ഞു. ഇതൊന്നും അങ്ങനെ പറയുന്നില്ല. ഒരിക്കലും ചെയ്ത തെറ്റ് അംഗീകരിക്കാൻ ഒരിക്കലും അനുമോള് തയ്യാറല്ല എന്നുള്ളതാണ്. അനുമോൾ ഭയങ്കര അഹങ്കാരമാണ് കേട്ടോ, ഉള്ളത് പറയാലോ. ഇത്ര ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അനുമോളി ഭയങ്കര ഈഗോ ആൻഡ് അഹങ്കാരമാണ്. അതുപോലെ വീണ്ടും ഇരുന്ന് പറയുന്നു ഇത്രയും പൈസ, അപ്പോൾ 15 ലക്ഷം രൂപ PR കൊടുത്ത കാര്യങ്ങൾ പറയുന്നിട്ട് ഞാൻ PR കൊടുത്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ കാശ് കൊടുക്കത്തില്ല. ഒരുപാട് പേര് മുന്നോട്ട് വന്ന് അവസാന നിമിഷം ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇത്ര ലക്ഷം രൂപയൊന്നും കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നു. അതൊക്കെ കറക്റ്റ്. എന്നിട്ട് അവിടെ അതിനു മുമ്പ് തന്നെ ഈ ഊഞ്ഞാലിൻ്റെ തൊട്ടിൽ ഈ കസേര വന്നിരിക്കുവാണ്. യാതൊരു കൂസലുമില്ല, സത്യം പറഞ്ഞാൽ യാതൊരു കൂസലില്ല. സരിക പിന്നെ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. മോളെ നീ അവളെ എന്താണ് കട്ടപ്പയെന്ന് നിനക്ക് തോന്നാൻ കാര്യം? ആ ഒരു റീസൺ അങ്ങ് പറഞ്ഞു. അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, അവൾ പുറത്ത് അത്രമാത്രം വിഷമിച്ചതുണ്ടല്ലേ നിന്നോട് പറഞ്ഞെന്ന് ചോദിക്കാൻ പറയാം. അവളെന്തിനാണ് വിഷമിക്കുന്നത്? വല്ലതും പറയുന്നത് എന്തിനാണ് അവൾ വിഷമിക്കുന്നത്? അവൾ മറ്റുള്ളവരുടെ ചിലവിലാണോ ജീവിക്കുന്നത് എന്ന് തന്നെ പഴയ പല്ലവി തന്നെയാണ്. ഞാനും ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്.
എന്നെ ഇവിടെ എല്ലാവരും എന്തെല്ലാം പറയുന്നു, ഫുഡ് കൊടുക്കുന്നതിന് എന്നെ, ഫുഡ് വിളമ്പുന്നതിന് എന്നെ എന്തെല്ലാം പറയുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് സ്വന്തമായിട്ട് ഭയങ്കരമായിട്ട് ജസ്റ്റിഫൈ ചെയ്യുന്നു. നമ്മളൊരാൾ അവർ പുറത്തുനിന്ന് വന്നതാണ്, അവർ അത്രമാത്രം വിഷമിച്ചിട്ടായിരിക്കുമല്ലോ ഇത്രമാത്രം കരഞ്ഞ് നിലവിളിച്ച് ചോദിക്കുന്നത് എന്താണ് ഞാൻ ചെയ്തതെന്ന്. പക്ഷേ അതിന് യാതൊരു തരത്തിലുള്ള മറുപടിയും കൊടുക്കാതെ അങ്ങ് പോവാണ്. കാരണം എല്ലാം ഒഴിഞ്ഞു മാറുവാണ്. പിന്നെ അത് കണക്ക് തങ്കച്ചൻ്റെ കാര്യമാണെന്ന് തോന്നുന്നു, കോമഡി സ്റ്റാറിൽ എനിക്ക് തോന്നുന്നു അതായിരിക്കും, അയാളായിരിക്കും. അപ്പോൾ തങ്കച്ചൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അയാൾ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ ജീവിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, അയാൾ എങ്ങനെ ജീവിക്കുന്നു, അയാളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും ഒക്കെ എനിക്കറിയാം, അയാൾ ഇതിനകത്ത് വലിച്ചഴിക്കേണ്ട കാര്യമുണ്ടോ എന്നും കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അയാളെ അപ്പം ഈ ഒരു അനിമോള് ഭയങ്കരമായിട്ട് ഫേക്കായിട്ടുള്ള ഡ്രാമ കളിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് ശൈത്യ പറഞ്ഞത്. നീ എന്തിനാണ് ഇങ്ങനെ അഭിനയിക്കുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ, നിനക്ക് കുറച്ചെങ്കിലും റിയലായിട്ട് നിന്നൂടെ, നീ പറയുന്നതെല്ലാം കള്ളമാണല്ലോ, ഒരു പാവപ്പെട്ട മനുഷ്യനെ പ്രേമം കാണിച്ച് അതും നാടകം കളിച്ച് അയാൾ എന്ത് ഹൈ ലെവലിൽ നിന്നൊരു മനുഷ്യനാണ്, അയാളെയും ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കി തീർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. കാരണം ഈ ഒരാളിൻ്റെ എക്സ്പോസ് ചെയ്ത് വിടുവാണ്. ഒരാൾ ഇത്ര നാളവും ഒളിച്ചും പാത്തും കള്ളത്തരം പറഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഇതിന് എത്ര ആൾക്കാർ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും അത് എവിടം വരെ വെളുക്കുമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ PR വിചാരിച്ചാലും മാക്സിമം ഓട്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ എത്രമാത്രം വെളുക്കുമെന്ന് നമ്മൾ കണ്ടറിയാം. നമുക്ക് ആരെയും വ്യക്തിഹത്യ ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ എന്നാലും ഇതൊക്കെ കാണുമ്പോൾ